കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 35-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: എന്റെ കഷ്ടപ്പാടിൽ എന്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എന്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഏതു കഷ്ടപ്പാടിലും നമ്മെ സഹായിക്കുവാൻ കടന്നു വരുന്നത് കർത്താവായ യേശുവാണ്. യാക്കോബ് തൻ്റെ കുടുംബാംഗങ്ങളോടും കൂടെയുള്ളവരോടും പറഞ്ഞു, നിങ്ങളുടെ അന്യദേവന്മാരെ ദൂരെ കളഞ്ഞ് ശുദ്ധി വരുത്തി വസ്ത്രം മാറുക. കാരണം എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ പ്രാർത്ഥന കേട്ട ഒരു ദൈവമുണ്ട്. ഞാൻ പോയിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ഒരു ബലിപീഠമുണ്ടാക്കാൻ നമുക്ക് പോകാം. സ്നേഹമുള്ളവരെ, യാക്കോബിന്റെ കുടുംബവും കൂട്ടരും അന്യദേവന്റെ വിഗ്രഹങ്ങളും പൂജാഗിരികളും ഉപേക്ഷിച്ചപ്പോൾ, കുഴിച്ചു മൂടിയപ്പോൾ അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതി ഉണ്ടായി. ആരും യാക്കോബിന്റെ മക്കളെ പീഡിപ്പിക്കുവാൻ കടന്നു വന്നില്ല. സ്നേഹമുള്ളവരെ, നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് നാം പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണാത്മാവോടെയും പൂർണ്ണമായ മനസ്സോടെയും ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ ഭയപ്പെടും. നമുക്കെതിരെ നിൽക്കുന്ന മനുഷ്യർക്ക് ഭീതിയുണ്ടാകും. കാരണം നമ്മുടെ രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. കുരിശാകുന്ന ബലിപീഠത്തിൽ നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെ വരും. നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിനെ ഈ നിമിഷം നമുക്ക് ദർശിക്കാം. നിലയില്ലാത്ത അങ്കി ധരിച്ച നമ്മുടെ കർത്താവായ യേശു, മാറത്ത് പൊൻകച്ച കെട്ടിയ നമ്മുടെ ദൈവം, അതിശക്തനായ ദൈവം, ആ കർത്താവിനെ നമുക്ക് ഈ നിമിഷം ആരാധിക്കാം. ഓ യേശുവേ, എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ ഏഴു പൊൻവിളക്കിൻ നടുവിൽ. ആമേൻ. എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ ഏഴു പൊൻവിളക്കിൻ നടുവിൽ. നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും. ഓ എൻ്റെ യേശുവേ, നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും. ആദ്യനും അന്ത്യനുമായ ദൈവം, ആൽഫയും ഒമേഗയുമായ നമ്മുടെ കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. സ്തുതികൾക്ക് യോഗ്യനായ കർത്താവ്, യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. ആമേൻ. ഹല്ലേലൂയ. സ്തുതികൾക്ക് യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. ഹിമം പോലെ തലമുടി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ഉള്ള ദൈവം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ കർത്താവിന്റെ ശബ്ദം ഇതാ മുഴങ്ങുന്നു. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവിക ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവിന്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം, നമ്മെ രക്ഷിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. തലമുടിയും
നീ ജ്വാലയ്ക്കൊത്ത കണ്ണുള്ളോ. ഓ എൻ്റെ യേശു, പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ പ്രിയൻ ശബ്ദം കാതിൽ മുഴങ്ങി. യേശുവേ സ്തോത്രം. പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ പ്രിയൻ ശബ്ദം കാതിൽ മുഴങ്ങി. ഓ ആദ്യനും അന്ത്യനുമായ ദൈവം, ആദ്യനും അന്ത്യനും യേശുവേ ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും ആൽഫയും ഒമേഗയും. സ്തുതികൾക്ക് യോഗ്യനായ കർത്താവേ, കർത്താവേ അങ്ങ് മാത്രം. അങ്ങു മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം യേശുവേ. എൻ കണ്ണുകളാൽ മുഖം കാണുന്നേ, സൂര്യനേക്കാൾ ശോഭയുള്ളതാ. യേശുവേ സ്തോത്രം. എൻ കണ്ണുകളാൽ മുഖം കാണുന്നേ, സൂര്യനേക്കാൾ ശോഭയുള്ളതാ. മരണപാതാളത്തിൻ ശക്തിയെ തകർത്ത താക്കോൽ കയ്യിലുള്ളോ. മരണപാതാളത്തിൻ ശക്തിയെ തകർത്ത താക്കോൽ കയ്യിലുള്ളോ. ആദ്യനും അന്ത്യനും ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും ആൽഫയും ഒമേഗയും. സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം യേശുവേ. യേശുവേ സ്തോത്രം ചെയ്തു. സ്തുതികൾ കർത്താവേ യോഗ്യനേ, അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, അങ്ങു മാത്രം യേശുവേ. ആദ്യനും ഓ ആദ്യനും അന്ത്യനുമായ ദൈവം, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരും ഈ പ്രഭാതത്തിൽ സമർപ്പിക്കും. അവിടുത്തെ സാന്നിധ്യം ഇന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. ഓ യേശുവേ സ്തോത്രം ചെയ്തു. അതുല്യനായ കർത്താവായ യേശുവിനെ ഇന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കർത്താവായ യേശു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.